നമസ്കാരം ഒരു ശീലമായി മാറും. ഇങ്ങനെ 5 നേരം നമസ്കരിക്കുകയാണല്ലോ. അപ്പോൾ കാലത്ത് എഴുന്നേറ്റപ്പോൾ ഒരു നമസ്കാരം, പിന്നെ ഉച്ചയ്ക്ക് നമസ്കാരം, വൈകുന്നേരം നമസ്കാരം, പിന്നെ മഗ്രിബ് സന്ധ്യാസമയത്ത് നമസ്കാരം, രാത്രി നമസ്കാരം. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ശീലം, ഇങ്ങനെ കേവലം ഒരു ശീലമായി മാറുമ്പോൾ അതിന് ചൈതന്യം പൂർണ്ണമായിട്ടും ചോർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന ബോധം ഉണ്ടാവണം. അതേപോലെ കഴിയുമെങ്കിൽ ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ശ്രമിക്കണം. കഴിയുമെങ്കിൽ എന്ന് പറയാൻ കാരണം, നല്ല പ്രായാധിക്യത്തിലെത്തിയ വലിയമ്മമാരും വലിയപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരുപക്ഷെ വാക്കുകളുടെ അർത്ഥമൊന്നും അറിയില്ല. എന്നാൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ബാങ്ക് കൊടുത്തോ എന്ന് ചോദിച്ച് അറിഞ്ഞ് ഒളു ചെയ്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരാണവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇഖ്ലാസിനെ കുറിച്ച് പടച്ചതമ്പുരാൻ യാതൊരു സംശയമില്ല. അല്ലാഹു തആല തീർച്ചയായും സ്വീകരിക്കും. അതേ സമയത്ത് കഴിയുന്നിടത്തോളം നാം എന്താണ് ചൊല്ലുന്നത് അതിൻ്റെ അർത്ഥവും ആശയവും അറിയാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പോഴാണ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തുക. കാരണം നമസ്കാരം സ്വകാര്യ സംഭാഷണമാണെന്ന് പറഞ്ഞില്ലേ. അള്ളാഹുമായുള്ള സ്വകാര്യ സംഭാഷണം. എന്താണ് പറയുന്നതെന്നറിയാതെ സ്വകാര്യം പറയാൻ കഴിയുമോ? ഞാൻ എന്താണ് അയാളോട് പറയുന്നത് എനിക്കറിയില്ല, അദ്ദേഹം കേട്ടോ ഇല്ലയോ എന്നും അറിയില്ല, പിന്നെ എങ്ങനെയാണ് സംഭാഷണമാവുക? അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹുവുമായുള്ള സ്വകാര്യ സംഭാഷണം എന്ന നിലയ്ക്ക് ഞാൻ എന്ത് പറയുന്നു, ഞാൻ പറയുന്നതിന് മറുപടി എനിക്ക് കിട്ടുന്നുണ്ടോ, തീർച്ചയായിട്ടും അറിയണം. സൂറത്തുൽ ഫാത്തിഹയിൽ ഹദീസിൽ വന്നിട്ടുണ്ട്, അതിലെ ഓരോ വചനത്തിനും അള്ളാഹുവിൻ്റെ മറുപടി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സ്തുതി എന്ന് പറയുമ്പോൾ, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്നല്ലാഹു മറുപടി പറയുന്നുണ്ട്. നമ്മളത് കേൾക്കാറുണ്ടോ? ഇങ്ങനെ ഓരോ വചനത്തിനും മറുപടി ഉണ്ടെന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിശ്ചയം ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇങ്ങനെ ഒരു അടിമ പറയുമ്പോൾ ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള ഒരു കരാറാണ് എന്ന് അല്ലാഹു തആല മറുപടി പറയുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ. അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ട്. അടിമ എന്താണോ ചോദിച്ചത്, വലിയ അബ്ദി മാ സഅൽ, എന്താണോ ചോദിച്ചത് അവന് ലഭിക്കും എന്ന് മറുപടി പറയുന്നു. പക്ഷെ എന്നിട്ടും പലപ്പോഴും നമുക്ക് ആ വിശുദ്ധി നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ നമസ്കാരം കേവലമായ ഒരു ശീലമാവുക എന്നതിനപ്പുറത്ത് വളരെ ബോധപൂർവം ഒരുങ്ങിക്കൊണ്ട് തന്നെ നിർവഹിക്കപ്പെടുന്ന ഒന്നായിരിക്കേണ്ടതുണ്ട്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ വളരെ നന്നായിട്ട് വുളു ചെയ്തു, അതിനെ പൂർണ്ണതയോടുകൂടി മുഖവും കൈയൊക്കെ വളരെ നന്നായിട്ട് നനഞ്ഞ് കുളിരുന്ന രൂപത്തിൽ വുളു ചെയ്തു. അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിൻ്റെ സമയമാവാൻ വേണ്ടിയിട്ട് കാത്തുനിന്നു. അങ്ങനെ അതിന് ഏറ്റവും പൂർണ്ണതയോടുകൂടി തന്നെ നമസ്കാരത്തെ അദ്ദേഹം അനുഷ്ഠിച്ചു. ഖിയാമും റുക്കൂഉം സുജൂദും എല്ലാം അതിൻ്റേതായ പൂർണ്ണതയോടുകൂടി തന്നെ അനുഷ്ഠിച്ചു. അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം അവനോട് പറയും, നീ എന്നെ വേണ്ട വിധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായും നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ആ നമസ്കാരം അയാളോട് പറയുമത്രേ. എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹു നിന്നെ കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് ആ നമസ്കാരം വാനലോകത്തേക്ക് ഒരു പ്രകാശമായിട്ട് ഉയർന്നു പോകുമത്രേ. വാനലോകത്തേക്ക് പ്രകാശമായിട്ട് ഉയർന്നു പോകും. എന്നിട്ടോ അങ്ങനെ അത് ഉയർന്നുയർന്ന് വാനലോകത്തെത്തുമ്പോൾ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും. ആ നമസ്കാരം അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകും എന്നാണ് ഹദീസ്.